അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്ക് ആർക്കെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ പിടിച്ച് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഇത് എന്തൊരു ചോദ്യമാണല്ലേ. ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? എങ്കിൽ ആ ആഗ്രഹം സാധിക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു ദിക്ർ രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ചൊല്ലിയാലുണ്ടല്ലോ, നിങ്ങൾ റസൂലുള്ള കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകും എന്ന് മാത്രമല്ല, അള്ളാഹു നിങ്ങളിൽ ഏറ്റവും തൃപ്തിപ്പെട്ട അന്ത്യനാളിൽ നിങ്ങളിൽ ഏറ്റവും തൃപ്തിപ്പെട്ട ഒരു ലിസ്റ്റിൽ നിങ്ങളും പെടും. ഇനി വേറെന്തെങ്കിലും വേണോ? ഇനി ഇത്രയും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ദിക്ർ നിങ്ങൾ അറിഞ്ഞു ഇത് ഷെയർ ചെയ്യാതെ പോയാൽ നിങ്ങളെക്കാൾ വലിയ നഷ്ടക്കാർ നിങ്ങൾ ഷെയർ ചെയ്താൽ നിങ്ങളെക്കാൾ വലിയ സൗഭാഗ്യം ചെയ്തവർ വേറെ ആരുണ്ടാവും? മാഷാ അല്ലാഹ്. മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ഖബറിലേക്ക് ആരൊക്കെ ദിക്ർ ചൊല്ലി അതിൻ്റെ മഹത്വം നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും വരും. നോക്കുക, സോഷ്യൽ മീഡിയൻ്റെ ഒരു ബെനിഫിറ്റ് നോക്കുക. ഇത്ര വലിയൊരു സമ്പാദ്യമാണ് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നേടാൻ പോകുന്നത്, ഷെയർ ചെയ്ത വാട്സപ്പിൽ. അപ്പോൾ ഇതല്ലേ നമ്മൾ ഷെയർ ചെയ്യേണ്ടത്, ഇതൊക്കെയല്ലേ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ബാക്കി ദുനിയാവിൻ്റെ കാര്യങ്ങൾ കണ്ട് മനസ്സ് മടുക്കുന്നതല്ലാതെ ഇത് കേൾക്കുമ്പോൾ എന്തൊരു ആശ്വാസമല്ലേ. അതാ, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമ ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയൻ റസൂല 3 പ്രാവശ്യം. സുബൈ നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം, മഗ്രിബിന് ശേഷം 3 പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കിയാൽ ഈ പുണ്യം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഇത് വെറും ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ റളീതു ബില്ലാഹി റബ്ബൻ, ഇതിൻ്റെ അർത്ഥം കൂടി പറയാം. റളീതു ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ ഞാൻ എൻ്റെ റബ്ബായി ഞാൻ സംതൃപ്തിപ്പെട്ടിരിക്കുന്നു. ഒബിൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ഞാൻ എൻ്റെ ദീനായി ഞാൻ സംതൃപ്തിപ്പെട്ടിരിക്കുന്നു. ഒബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി റസൂല, എൻ്റെ റസൂലായി എൻ്റെ നബിയായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ 3, ഒന്ന് അള്ളാഹ് റബ്ബ്, പിന്നെ ഒബിൽ എൻ്റെ ദീൻ ഇസ്ലാം, എൻ്റെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 ഖബറിൽ ആദ്യത്തെ ചോദ്യം വരുന്നത് ഈ 3ആണ്. നിൻ്റെ റബ്ബാരാണ്? നിൻ്റെ മതമേതാണ്? നിൻ്റെ നബി? മൻ റബ്ബുക മൻ നബിയുക മൻ ദീനുക? അതിൻ്റെ ഉത്തരം ഈ ദിക്റിലുണ്ട് അല്ലേ. മൻ റബ്ബുക അല്ലാഹു, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമ ദീന, ഇസ്ലാമാണ് എൻ്റെ ദീന്, വബി മുഹമ്മദ് സല്ലല്ലാഹു, എൻ്റെ നബി മുഹമ്മദാണെന്ന് ഖബറിൽ പെട്ടെന്ന് ഉത്തരം കൊടുക്കുക. ബയ്യാട്ട് ചെയ്തൊന്നും പറ്റില്ല. എല്ലാ ദിവസവും 3 പ്രാവശ്യം ഇത് ചൊല്ലുന്നത് നിങ്ങൾ പതിവാക്കിയാൽ ഖബറിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഉത്തരം കൊടുക്കാനും പറ്റും, വിജയിക്കാനും പറ്റും. ഹദ്ദാദിൽ ഇത് വരുന്നുണ്ട് ഈ ദിക്ർ. അപ്പോൾ ഹദ്ദാദ് പതിവായി ചൊല്ലുന്നവർക്കും ഈ ദിക്റിൻ്റെ ഇനി അറിഞ്ഞുകൊണ്ട് ഹദ്ദാദ് ഓതുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോൾ ഇഖ്ലാസോട് കൂടി ചെല്ലാൻ പറ്റും അല്ലേ. അതേപോലെ വിർദുൽ ലത്തീഫ് രാവിലെ എല്ലാ ദിവസവും ഓതുന്നവർക്കും ഈ 3 ഇത് അതിലും വരുന്നുണ്ട്. വിർദുൽ ലത്തീഫിൽ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമ ദീനൻ വബി മുഹമ്മദിൻ നബിയൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയൻ റസൂല. എത്ര ഈസി അല്ലേ. അപ്പോൾ പഠിക്കാൻ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദിവസവും ഏത് ചൊല്ലില്ലെങ്കിൽ ഈ ഒരു ദിക്ർ എനിക്ക് എൻ്റെ ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് പോകണം എന്ന ഒരു നിയത്തോടു കൂടി, ഇഖ്ലാസോട് കൂടി എല്ലാ ദിവസവും ചെല്ലാൻ സമയം കണ്ടെത്താം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.